ഹലോ ഗൈസ്, അപ്പം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തമിഴ്നാട്ടിൽ കരൂരിൽ വിജയുടെ പാർട്ടി റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 40 ജീവനുകളാണ് നഷ്ടമായിരിക്കുന്നത്. ഈ ജീവനുകൾക്ക് ആരാണ് ഉത്തരവാദി? ഭരണപക്ഷമോ അതോ വിജയിയോ? ഈ ഒരു റാലി സംഘടിപ്പിച്ച സമയത്ത് അതിന് വേണ്ടത്ര പ്രൊട്ടക്ഷനോ ജനങ്ങൾ വരുന്നതിനൊരു നിയന്ത്രണമോ കൊടുക്കാതെ അതിന് വേണ്ട സജ്ജീകരണങ്ങളൊന്നും ചെയ്യാത്ത സ്റ്റാലിൻ്റെ ഭരണപക്ഷമോ അതോ വിജയുടെ ഈ ഒരു ഉയർന്നു വരുന്ന ഈ ഒരു ജനപക്ഷ പിന്തുണ ഭരിക്കുന്ന പാർട്ടിക്കും ഒരു ഭീഷണിയായി ഉയർന്നതുകൊണ്ട് ആസൂത്രിതമായി കൊണ്ടുവന്ന ഒരു സംഭവ വികാസമാണോ ഇത്? ഇത്രയും ജനങ്ങളുടെ നഷ്ടം ചിലരുടെയൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഫലമാണോ? അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടു നോക്കി. ஏன்னா காலையில் நான் பேசும்போது நான் பேசுறதே ஒரு 2 செகண்டுக்கு அப்புறம் தான் எனக்கே கேட்டுச்சு. ஹலோ 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 கேக்குதா? இல்லை இல்லை, காலையில் நான் பேசும்போது நான் பேசுறதே எனக்கே ஒரு 2 செகண்ட் கழிச்சு தான் கேட்டுட்டு இருந்தது. அதனால கொஞ்சம் கன்ஃபியூஸ் ஆயிட்டேன். 10,000 പേർ മാത്രം വരുമെന്ന് പറഞ്ഞ് പെർമിഷൻ എടുത്ത സ്ഥലത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വന്നിരിക്കുന്നത്. ഈ ഒരു റാലി സംഘടിപ്പിക്കുന്ന സമയത്ത് സംഘടന നേതാവായ നമ്മുടെ വിജയ്ക്കും അറിയാം ഇവിടെ വരുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഓരോ സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്തും ടിവിക്ക് വലിയ മൈതാനങ്ങൾ വേണം, വലിയ സ്ഥലങ്ങൾ വേണം, ജനസംഖ്യ വളരെയധികം കൂടുതലായിരിക്കും വരുന്നത്. അതുകൊണ്ട് അവർ വലിയ സ്ഥലങ്ങളാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഭരണപക്ഷമായ സ്റ്റാലിൻ്റെ ഗവൺമെൻറ് തീർത്തും അതിനെയൊക്കെ അവോയ്ഡ് ചെയ്യുകയും തീർത്തും ചെറിയ സ്ഥലങ്ങൾ അവർക്ക് അനുവദിക്കുകയും ചെയ്തു. അവിടെ ഒരു രാഷ്ട്രീയ ഉദ്ദേശമില്ലേ, ഒരു ഗൂഢലക്ഷ്യം? നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം, തീർത്തും അതൊരു ഇടുങ്ങിയ പ്ലേസ് ആണ്. അവർ പറഞ്ഞതുപോലെ 10,000 10,000 മാത്രമേ അവിടെ ഉൾക്കൊള്ളാവൂ, അതായത് ഒരു സേഫ്റ്റി എന്ന നിലയ്ക്ക്. ആ ഒരു ഇടുങ്ങിയ സ്ഥലത്താണ് ഇത്രയും ലക്ഷങ്ങൾ വന്നത്. വേറൊരു കാര്യം എന്ന് പറയുന്നത്, സമ്മേളനം പറഞ്ഞ സമയത്ത് അല്ല നമ്മുടെ നായകൻ അവിടെ എത്തിയത്. വളരെ മണിക്കൂറുകളോളം വൈകിയാണ്. ഒരു ഭാഗത്ത് അവർ വൈകി വന്നു. ഈ ഒരു സ്ഥലത്ത് വന്നുകൂടിയിട്ടുള്ള എല്ലാവരും ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നതിൽ കാട്ടിൽ കൂടുതൽ വന്നിരിക്കുന്നത് താരത്തെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ്. ആ വന്നുകൂടിയിരിക്കുന്ന പലരും ഒരു നിമിഷം മറന്നുപോയി, അല്ലെങ്കിൽ വിസ്മരിച്ചു പോയി. ഇവിടെ നടക്കുന്നത് ഒരു സിനിമയുടെ പ്രൊമോഷനല്ല, അദ്ദേഹത്തിൻ്റെ TVK പാർട്ടിയുടെ പ്രമോഷനാണ്. തീർത്തും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പരിപാടിയാണ് അവിടെ നടക്കുന്നത്. പക്ഷെ അവിടെ വന്നതോ ഏറെയും സ്ത്രീകളും വോട്ടവകാശം പോലും ഇല്ലാത്ത കുട്ടികളും. അവിടെ ഒരു അച്ഛൻ ഒരു പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് വന്നിരിക്കുകയാണ്. എനിക്കൊന്ന് 6 or 7 മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ, അതിലും താഴെയാണെന്നാണ് തോന്നുന്നത്. 10, 12, 17 വയസ്സുള്ള പിള്ളേരും 1, 2 വയസ്സായ പിള്ളേരെയും കൊണ്ട് ഫാമിലി ആയിട്ട് പലവരും വന്നിരിക്കുകയാണ്. തലയ്ക്കകത്ത് ആൾതാമസം ഇല്ലാത്ത കുറെ മുണ്ടങ്ങൾ അങ്ങനെ തന്നെ പറയാം. അവർക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓരോരോ പിള്ളേരെയും കൊണ്ട് വരുന്നവർക്ക് തീർത്തും അവർക്ക് പുറത്തുനിന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധമില്ലേ? താരത്തെ പിന്നെ ആയാലും കാണാം, അവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പരിപാടിയാണ് നടക്കുന്നത്. അവിടെ ഈ പിള്ളേരെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിള്ളേരും കുട്ടികളും കുടുംബിനികളും എല്ലാം കൂടെ അങ്ങ് കൊണ്ടുവന്ന് നല്ല ഒരു രക്ഷയില്ലാത്ത തിരക്കുമായി. ആർക്ക് നിയന്ത്രിക്കാൻ പറ്റും? ഒരു പരിധി കൂടുതൽ തിരക്ക് വന്നു കഴിഞ്ഞാൽ ആർക്കും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല, ആ തിരക്ക് ക്രമാതീതമായിട്ട് ഉയരുന്ന സാഹചര്യത്തിൽ അതിനെ നിയന്ത്രിക്കാൻ തക്കതായിട്ടുള്ള പോലീസ് സേന അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സംഭവമേ നടക്കത്തില്ലായിരുന്നു. അതൊന്ന്. പക്ഷെ അവിടെ പോലീസ് ഉണ്ടായിരുന്നോ? അത്രമാത്രം ഇല്ല. മറ്റൊരു കാര്യം, ഈ പാർട്ടി വലിയ വേദിയാണ്, അല്ലെങ്കിൽ വലിയൊരു സ്ഥലമാണ് ഈ ഒരു റാലിക്ക് വേണ്ടിയും റിക്വസ്റ്റ് ചെയ്തത്. പക്ഷെ കൊടുത്തതോ ഇതുപോലത്തെ ഇടുങ്ങിയ സ്ഥലം. അപ്പൊ തീർത്തും ആ പാർട്ടിയുടെ നേതാവെന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ നേതാവായ നമ്മുടെ വിജയ്ക്ക് അറിയാമല്ലോ, അദ്ദേഹത്തിനെ കാണാൻ ജനലക്ഷങ്ങളായിരിക്കും വരുന്നത്. മുമ്പ് ഇവര് സംഘടിപ്പിച്ച റാലിയിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ ഇത്രയും ഒരു
ചുരുങ്ങിയ സ്ഥലത്ത് കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വിപത്ത് അവിടെ നടക്കുമെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധമില്ലേ? സിനിമയിൽ മാത്രം രക്ഷകനായിട്ടുള്ള വിജയ്ക്ക് നമ്മളെ റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ ഒരു വില്ലനായി അവതരിക്കേണ്ട അവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു സ്ത്രീ പറയുകയാണ്, എൻ്റെ ഒരു സത്യം പറഞ്ഞൊരു വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. അവരുടെ 2 മക്കളും ഈ ഒരു തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടു പോയി. അവിടെ ചോദിക്കാനുള്ള ആദ്യത്തെ ഒരു ചോദ്യം, വോട്ടവകാശമില്ലാത്ത ഈ പിള്ളേരെയൊക്കെ എന്തിനാണ് അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നത്? ആ താരാധനയൊക്കെ മാറ്റി വെച്ചുകൂടായിരുന്ന? നടത്തിപ്പുകാർക്ക് അവരുടെ ഭാഗത്ത് കുറെ പിഴകൾ വന്നു. കാണാൻ പോകുന്ന അവർക്കെങ്കിലും കുറച്ചെങ്കിലും ഒരു ഉത്തരവാദിത്വം വേണ്ടേ? അതല്ലെങ്കിൽ വരുന്നവർക്ക് കണ്ണുകൊണ്ട് കാണാമല്ലോ അവിടെ എത്രമാത്രം തിരക്കാണ് അവിടെ ഉള്ളതെന്ന്. ഒരു പരിധി കൂടുതൽ തിരക്കാണെങ്കിൽ അവിടെ നിന്ന് വിട്ടുമാറി പൊക്കൂടെ? അവർക്ക് തിരിച്ച് വീട്ടിലോട്ട് പൊക്കൂടെ? അതും ചെയ്തില്ല. ഇപ്പം വന്നപ്പോഴും പോയപ്പോൾ ആർക്ക് പോയി? കുറെ ജീവനുകൾ നഷ്ടമായി, ആ കുടുംബങ്ങൾ വഴിയാധാരമായി. നിങ്ങൾ ആലോചിക്കണം, ഒരു കുടുംബത്തിലെ വീട്ടിലുണ്ടായിരുന്ന ഒരു അമ്മയ്ക്ക് 2 മക്കളും മരണപ്പെട്ടു പോയി. കുറെ പേർക്ക് സഹോദരി പോയി, കുറെ പേർക്ക് അച്ഛൻ പോയി, കുറെ പേർക്ക് അമ്മ പോയി. അങ്ങനെ പലവർക്കും പല അവരുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ നഷ്ടപ്പെട്ടു. അവരുടെ ചില മൂഢപരമായിട്ടുള്ള പ്രവൃത്തി മൂലം. അവിടെ ഒരു പാർട്ടി പ്രോഗ്രാമാണ് നടക്കുന്നതെന്ന് മറന്ന് താരാധന തലക്കി പിടിച്ചിട്ടുള്ള കുറെ എണ്ണം ഉണ്ടല്ലോ അവിടെ. സത്യം പറഞ്ഞാൽ അതാണ് വരുത്തി വെച്ചത് ഈ ഒരു പ്രശ്നം. പാർട്ടി വേറെ നടൻ വേറെ എന്ന് തിരിച്ചറിയാൻ കെൽപ്പില്ലാത്ത അവരോടൊക്കെ എന്ത് പറയാൻ? പിന്നീട് പെട്ടെന്നുണ്ടായ ഒരു ആരോപണം, വിജയ് അവിടുന്ന് പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റ് പിടിച്ച് ചെന്നൈയിലോട്ട് പോയി. ബാക്കി നമ്മുടെ ഭരണപക്ഷത്തുള്ള സ്റ്റാലിനും ബാക്കി എല്ലാവരും സംഭവ വികാസങ്ങൾ നടന്ന് 20 മിനിറ്റിനുള്ളിൽ, അരമണിക്കൂറിനുള്ളിൽ തന്നെ ഹോസ്പിറ്റലുകൾ സന്ദർശിച്ചു. അപ്പോൾ രക്ഷകൻ പേടിച്ച് ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് അടുത്ത എല്ലാ മാധ്യമങ്ങളിലും. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രോഗ്രാമാണ് നടക്കുന്നത് പോലും മറന്നിട്ടാണ് ഇത്രയും ജനലക്ഷങ്ങൾ, പിള്ളേരും കുട്ടികളും എല്ലാവരും വന്നത് വിജയെ കാണാൻ. കുറെ പേര് പാലക്കാടും കണ്ണൂരിൽ നിന്ന് വരെ വന്നിട്ടുണ്ട് അവിടെ വിജയെ കാണാമെന്ന് പറഞ്ഞിട്ട്, കുറെ മലയാളികൾ ടീംസ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഇതുപോലൊരു മരണം നടക്കുമ്പോൾ അവിടെ വിജയ് ഇപ്പം അവരെ വിസിറ്റ് ചെയ്യാൻ പോയിരുന്നെങ്കിൽ സംഭവിക്കുന്നത് അവിടെ വീണ്ടും മരണങ്ങൾ നിരക്ക് ഉയർന്നേനെ. പിന്നെ ഈ മരണം സംഭവിച്ചതൊക്കെ മറന്ന് വിജയെ കാണാൻ വേണ്ടി വീണ്ടും ആ ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ആ പോകുന്ന സ്ഥലം ആയിക്കോട്ടെ, ആൾക്കാർ അങ്ങ് തള്ളിക്കയറും. അതുകൊണ്ട് ആ ഒരു എടുത്ത തീരുമാനം തികച്ചും നല്ലതായിരുന്നു അവിടെ നിന്ന് മാറിയത്. പക്ഷേ ചെന്നൈയിലോട്ട് വരണമോ എന്നുള്ളത് ഇപ്പോൾ പോലീസിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം ആ കരിയിലോട്ട് വരത്തുള്ളൂ എന്നാണ് ഇപ്പോൾ പറയുന്നത്. അവിടെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വിസിറ്റ് ചെയ്യും. മരണനിരക്ക് ഉയർന്ന സാഹചര്യത്തിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും വിജയുടെ ഭാഗത്തുനിന്നും ധനസഹായങ്ങൾ പ്രഖ്യാപിച്ചു. കുടുംബങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് ഈ പണം കിട്ടിയിട്ട് എന്ത് കാര്യം അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കേരള ഗവൺമെന്റിൽ നിന്നും നമ്മുടെ വീണ ജോർജ് മേഡവും സഹായഹസ്തം എല്ലാ തരത്തിലുള്ള ഹെൽപ്പും നമ്മുടെ ഇതിലേക്ക് വേണ്ടി നൽകാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു കേസ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഇനി നമ്മുടെ കേരളത്തിൽ അടുത്ത മെസ്സി വരാൻ പോവുകയാണ്. കറക്റ്റായിട്ട് കോർഡിനേഷനും ഓർഗനൈസേഷനും ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നമ്മളും ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ഇടവരാതിരിക്കട്ടെ, കറക്റ്റായിട്ടുള്ള എല്ലാ മുൻകരുതലുകളും എടുത്ത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തുള്ള വിപത്തുകളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഈ ഒരു വിഷയത്തിൽ വിജയ് അറസ്റ്റ് ചെയ്യുമോ എന്നൊക്കെയാണ് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നത്. തീർത്തും ഒരു ഭരണ പാർട്ടി പറയുന്നു അവരുടെ TVKയുടെ ഭാഗത്താണ് കുറ്റം, അല്ലെങ്കിൽ വിജയുടെ ഭാഗത്താണ് കുറ്റം. അവർ പറയുന്നു സ്റ്റാലിൻ്റെ ഭാഗത്താണ് കുറ്റം. തങ്ങൾ ചോദിച്ചിട്ടുള്ള ഈ പാർട്ടി സമ്മേളനങ്ങൾ നടത്താൻ തക്ക അനുയോജ്യമായ സ്ഥലങ്ങളൊന്നും തന്നതുമില്ല, അതിനനുസരിച്ചുള്ള പ്രൊട്ടക്ഷൻ നൽകിയുമില്ല എന്ന് പറഞ്ഞ് അവരെ ആരോപിക്കുന്നു. തിരിച്ച് 2 പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ
ഒരു തുടർന്ന് അന്വേഷണവും വന്ന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചാൽ മാത്രമേ വ്യക്തമായിട്ടുള്ളൊരു ധാരണ കിട്ടത്തുള്ളൂ. ഈ ഒരു സംഭവത്തിൻ്റെ ഇടയ്ക്ക്, അല്ലെങ്കിൽ ഈ കരൂരിലെ ഈ ഒരു പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് വിജയ്ക്ക് നേരെ ആരോ ചെരുപ്പും വലിച്ചെറിയുന്നുണ്ട്. അതാരായിരിക്കും ചെരുപ്പ് വലിച്ചെറിഞ്ഞത്? ഈ ഒരു സംഭവവാസങ്ങൾ ആരംഭിക്കുന്നത് അതിൽ നിന്നായിരിക്കുമോ? ഈ ഒരു ചെരുപ്പ് എറിഞ്ഞ ആളെ പിടിച്ച് അവിടെ ഒരു സംഘർഷമായ സമയത്താണോ ഈ ഒരു പുഷ് വന്നത്? ഇനി കണ്ടറിയണം, ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ളൊരു ഗൂഢലക്ഷ്യമാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്ന്. ബാക്കി ഇതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും വന്നാൽ മാത്രമേ കൃത്യമായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ ചെറിയ സ്ഥലങ്ങൾ ഈ പാർട്ടി റാലിക്ക് കിട്ടിയ സമയത്ത് വേണമെങ്കിൽ ഈ ഒരു റാലി തന്നെ മാറ്റി വയ്ക്കാമായിരുന്നു. അവിടെ ഒരു രാഷ്ട്രീയ പ്രവർത്തന ഉപരി ഒരു മനുഷ്യനായിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവുമായിരുന്നു. അദ്ദേഹത്തിന് അറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ ജനലക്ഷങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരായിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എത്രത്തോളം ആൾക്കാർ ഇവിടെ വരും എന്നത്. അവിടെ വരുന്നു കൂടുന്നവർക്കൊക്കെ അവരൊന്നും ബോധമില്ലാതെ ഈ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിനെ മാറ്റി ഒരു താരരാജാവിനെ കാണാനുള്ള ഒരു ആവേശവും ആ ഒരു തിടുക്കവുമാണ് ഇത്രയൊരു മരണസംഖ്യ ഉയരാൻ ഉണ്ടായ കാരണം. നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു വീഡിയോസിൽ കണ്ടാൽ തന്നെ അറിയാം, ആ ഒരു തിരക്ക് നിയന്ത്രിക്കാനാവില്ല. ഒരു കോർഡിനേഷൻ ഇല്ലാത്ത ഇതുപോലത്തെ പരിപാടികൾ വരുമ്പോൾ നഷ്ടപ്പെടുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് മാത്രം. പിന്നെ കുറച്ച് കഴിയുമ്പം കുറേ നേതാക്കന്മാരും എല്ലാവരും ധനസഹായവുമായിട്ട് വരും. അവരുടെ ജീവനങ്ങൾക്ക് ഈ ഒരു പണം മതിയാവുമോ? തുല്യത വരുമോ? മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.